നമസ്കാരം. സത്യം പറഞ്ഞാൽ ഇവരൊക്കെ പറഞ്ഞ പോലെ അത്ഭുതമാണ് തോന്നുന്നത്. പെട്ടെന്ന് റിവൈൻഡ് ചെയ്ത് ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് റിവൈൻഡ് ചെയ്തതിന്റെ മെമ്മറീസ് പോയത് ആട് റിലീസായതിന്റെ അന്ന് രാത്രി ഞാനും മിഥുനും വിജയുടെ അനിയൻ വിനയും കൂടെ രാത്രി ഇരുന്നിങ്ങനെ ഇവരുടെ ഗസ്റ്റ് ഹൗസിൽ മേൽപോട്ട് നോക്കി വായ പൊളിച്ചിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഭയങ്കര ദുഃഖകരമായിരുന്നു. മിഥുന്റെ മുഖം വാടിയിരിക്കുന്നു. അഫ്കോഴ്സ് ഞങ്ങളുടെ മുഖം വാടി തന്നെയായിരുന്നു. പക്ഷെ എന്റെ ഉള്ളിനുള്ളിൽ എവിടെയോ ഈ പടം ഹിറ്റാണെന്നുള്ളത് ഒന്ന് രണ്ട് പേര് പറഞ്ഞിരുന്നു. അപ്പൊ ആ ഒരു ചെറിയ സന്തോഷം എനിക്കുണ്ടായിരുന്നു. പക്ഷെ യാഥാർത്ഥ്യം വിനയ്ക്കും മിഥുനും മാത്രമായിരുന്നു അറിയാവുന്നത്. അപ്പൊ ഞാൻ വളരെ ഇടയ്ക്ക് ചിരിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇവര് അങ്ങനെ ചിരിക്കുന്നില്ല. അപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാൽ എന്റെ തമാശകളൊക്കെ വർക്കാവാറില്ല. അപ്പൊ ഞാൻ ചിലപ്പോൾ അത് വർക്കാവാത്തതുകൊണ്ടായിരിക്കും ഇവര് ചിരിക്കാത്തത്. പക്ഷെ എന്നാലും മിഥുനും വിനയൊക്കെ നല്ല മനസ്സുള്ള ആൾക്കാരാണ്. അവര് ചിലപ്പോഴൊക്കെ ചിരിച്ച് സപ്പോർട്ടൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ രണ്ടാമത്തെയും മൂന്നാമത്തെയും ദിവസമൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു മൺഡേ വരും. ഈ മൺഡേ ആണ് നമ്മളെ സംബന്ധിച്ച ഏറ്റവും വലിയൊരു പേടി. സൺഡേ ഒക്കെ പിന്നെ കളക്ഷൻ വരും. മൺഡേ ആകുമ്പോഴത്തേക്കും ഏതൊരു പടവും ഹോളിഡേസ് അല്ലെങ്കിൽ ഒന്ന് താഴും, ഒരു ഡിപ്പ് വരും. മൺഡേ ഡെഫിനറ്റ്ലി ഡിപ്പ് വന്നു. പിന്നെ അങ്ങോട്ട് ഡിപ്പോട് ഡിപ്പായിരുന്നു, തകർന്നാകെ. പക്ഷെ ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ആ സിനിമയുടെ മൂന്നാം ഭാഗം ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു വേദിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. പിന്നെ മിഥുന്റെയും വിജയുടെയൊക്കെ കരിയറിൽ ഇത് ഏറ്റവും വലിയ പടമാണ്. അതേപോലെ എന്റെ കരിയറിലും ഇതാണ് ഏറ്റവും ബിഗ് ബഡ്ജറ്റ് പടത്തിൽ ഞാൻ അഭിനയിക്കാൻ പോകുന്നത്. 75 കോടി കളക്ട് ചെയ്ത പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് കുറുപ്പ്. 100 കോടി കളക്ട് ചെയ്ത പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് മാളികപ്പുറം. പക്ഷേ ഇതിന്റെയൊക്കെ ബഡ്ജറ്റ് ഇത്രയും ഉണ്ടായിരുന്നു എനിക്കറിയില്ല. മാളികപ്പുറത്തിന് എന്തായാലും ഇല്ലായിരുന്നു. കുറുപ്പിന്റെ എനിക്ക് അറിയില്ല. കുറുപ്പിൽ ഞാൻ 2 സീനിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടില്ല. ആട് പക്ഷെ ഈ പറഞ്ഞ പോലെ എത്രയാണ് ബഡ്ജറ്റ് എന്നറിയില്ല. പക്ഷെ ഇതിന്റെ സ്ക്രിപ്റ്റ് ഞാൻ കേട്ടതാണ്. ആ സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഞാൻ മനസ്സിലൊരു ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണോ ഇതിന്റെ ബഡ്ജറ്റ് എന്നറിയില്ല. ഞാനിപ്പോ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഞാനൊരു പടം പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. എന്നെ പാർട്ണറാക്കാൻ വേണ്ടി സർവൻസ് കാണിച്ച തോമസ് തിരുവല്ല അദ്ദേഹം ഇവിടെ ഉണ്ട്. അപ്പൊ ഈ ആട് 1 പൊട്ടി, അത് കഴിഞ്ഞിട്ട് ആട് 2 വരുന്നു. ആട് 3 ഫോൺ ചെയ്യാൻ പോകും. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുണ്ട് ഭരതനാട്യം എന്ന് പറഞ്ഞ പടം ഞാനും തോമസേട്ടനും കൂടെ ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്തതാണ്. അല്ല, തോമസേട്ടനും ഞാനും കൂടെ പ്രൊഡ്യൂസ് ചെയ്തതാണ്. അത് ആക്ച്വലി തിയേറ്ററിൽ പൊട്ടി. പക്ഷേ ആട് 1 പൊട്ടിയിട്ട് ആട് 2 വന്നപ്പോൾ അതൊരു ബ്ലോക്ക് ബസ്റ്ററായി. അതൊരു മോട്ടിവേഷനാണ്. ഞങ്ങൾ അതുകൊണ്ട് ഭരതനാട്യം 2 പ്ലാൻ ചെയ്തതാണ്. ആ ഒരു വിശ്വാസത്തോടെ ആടൊരു ബ്ലോക്ക് ബസ്റ്ററായ പോലെ ബ്ലോക്ക് ബസ്റ്ററായാലും ചെറിയ രീതിയിലൊക്കെ 3 ആഴ്ച 4 ആഴ്ച ഒരു കുറച്ചൊക്കെ ഫുൾ ഹൗസ് കിട്ടിയല്ലേ അവസരം. അങ്ങനെ ഓടിയ ഒരു സന്തോഷം. അങ്ങനെ ഭരതനാട്യം 2 അതിന്റെ പേര് ഈ വിധത്തിൽ അനൗൺസ് ചെയ്യാം അല്ലേ? ഓണത്തിനിടയ്ക്ക് കുട്ടത്തിലൊന്നും വിലയില്ല. എന്നാൽ പറയാം അങ്ങനെയാണ്. ഭരതനാട്യം 2 മോഹിനിയാണ്. മോഹിനിയാട്ടമാണ് ഭരതനാട്യം 2-ന്റെ ആണോ? ഇനി തേർഡ് പാർട്ട് ഉണ്ടാവുകയാണെങ്കിൽ ചേട്ടാ ഇപ്പോൾ ഫേസ്ബുക്ക് വെച്ചോ. അപ്പൊ അങ്ങനെ ജോക്സ് അപ്പാർട്ട് ഒരുപാട് സന്തോഷമുണ്ട്. ദൈവം ഓഡിയൻസും ഞങ്ങളെ അനുഗ്രഹിക്കുന്നത് തന്നെയാണ് നമ്മുടെ വിശ്വാസം. ഈ പടം ഒരു ബ്രഹ്മാണ്ഡ പടമായിരിക്കും. ചെറിയൊരു ജോണർ ഷിഫ്റ്റ് ഉണ്ട്. എങ്കിൽ പോലും ആദ്യത്തെ സീൻ തൊട്ട് ഒരുപാട് ചിരിക്കാനുണ്ടാവും. ആട് 1-ലെയും ആട് 2-ലെയും മിക്കവാറും ആക്ടേഴ്സ് ഒക്കെ 95% ആക്ടേഴ്സും ഇതിനകത്തുണ്ട്. ഡോണി ഇവിടെ ഇരിപ്പുണ്ട്. ഡോണി പണി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച ആളാണ്. പക്ഷെ നമ്മുടെ ആട് 1-ലുണ്ടായിരുന്നു അദ്ദേഹം. ഒരു ഉഗ്രൻ ക്യാരക്ടർ. വിനായകന്റെ ടീമില് ഡ്യൂഡിന്റെ ടീമിലെ മെമ്പറായിരുന്നു. പണിയിൽ ഒരു ഉഗ്രൻ ക്യാരക്ടർ ചെയ്തു. ഡോണി വീണ്ടും നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ അദ്ദേഹത്തിന് ഭാഗമാകാൻ പറ്റില്ല. പക്ഷെ തേർഡ് പാർട്ടിൽ ഡോണി വീണ്ടും വരുവാണ്. പിന്നെ നമ്മുടെ ടീം മെമ്പേഴ്സ് ആയ ഭഗത്ത്, നെൽസൺ, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഈ പടം വിജയമാവാൻ വേണ്ടിയിട്ട് നിങ്ങളും കൂടെ പ്രാർത്ഥിക്കണം.
പിന്നെ ജയനൊക്കെ പറഞ്ഞ പോലെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നമ്മൾ പുതിയ ആൾക്കാരെ ഡെഫിനറ്റ്ലി കാണുമല്ലോ എല്ലാ ദിവസം. മിനിമം ഒരാളെങ്കിലും ആട് 3യെ പറ്റി ചോദിച്ചിരിക്കും. അപ്പൊ അത്രയ്ക്ക് ആന്റിസിപ്പേറ്റഡ് മൂവിയാണ്, എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന മൂവിയാണ്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എന്താ പറയാ, എല്ലാവരും കൂടെ ഫ്രണ്ട്സാണ്. ചേട്ടൻ്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫ്രണ്ട്സാണ് ഞാൻ. എൻ്റെ മിഥുനുമായിട്ട് സംസാരിച്ച് ഞങ്ങൾ പാലക്കാട് മിഥുന് സെറ്റ് ഹ്യൂജ് സെറ്റ് വിജയന്റെ ഫ്രണ്ടാണ്. എല്ലാവരും ഒരു ഫ്രാഞ്ചൈസി ആയിട്ടൊക്കെ വരികയെന്ന് പറഞ്ഞാൽ ബിഗ് തിങ്. ഇതിന്റെ ടെക്നിക്കാലിറ്റീസും അതിന്റെ ലോജിസ്റ്റിക്സ് ഒക്കെ മനസ്സിലാവുന്നവർക്ക് അറിയാൻ ഹ്യൂജ്. അതും നിങ്ങളെല്ലാവരും പറഞ്ഞത് കേട്ടു. ഒരു പരാജയത്തിൽ നിന്ന് എത്രയും വലിയൊരു ബ്രാൻഡായി മാറുക എന്ന് പറഞ്ഞാൽ സ്മോൾ തിങ്. ഈ ടീം എല്ലാവിധ ഭാവങ്ങളും ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഇനി നല്ല സിനിമ വരട്ടെ. എന്റെ കരിയറിൽ ആട് വളരെ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു ഇൻഫ്ലുവൻസ് നടത്തിയൊരു ഘട്ടം കൂടിയുണ്ട്. ലൈക്ക് മാർഗോ എന്ന സിനിമ ചെയ്യണമെന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് ആടിന്റെ ഫെയിലിയറിൽ നിന്ന് ആട് 2 വിജയത്തിലേക്ക് വന്നപ്പോൾ ഞാൻ കുറെ പേരോട് പറഞ്ഞു നമുക്ക് ഒരു മാർഗോ ചെയ്താലോ എന്ന്. അപ്പൊ അത് ആർക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ആൻഡ്രോ ചേട്ടനോട് ചോദിച്ചു ഞാനത് ചെയ്തോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആൻഡ് ഐ എം താങ്കിങ് ബിക്കോസ് എന്നോട് ഒരു ഇഷ്ടം കൊണ്ട് ചേട്ടൻ പോയി തന്നെ ചെയ്തോ എന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ ഒരു നയാ പൈസ പോലും പുള്ളി മേടിച്ചില്ല. ആ ഒരു എൻഒസിക്ക് എന്നെ ഗെയിമിന് ഫ്രീഡം ടു ഗോ അഹെഡ്. എന്താ പറഞ്ഞു വെച്ചാൽ ഇങ്ങനെ ഇതൊക്കെ ഒരു കൺവെൻഷന്റെ ഭാഗമായിട്ട് ഒരു ടീം ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഭയങ്കരമായിട്ടൊരു ഇൻസ്പിറേഷനാണ്. ഞാൻ പാർട്ട് ഓഫ് ദാറ്റ്. സോ ആട് 3 വിജയിക്കണമെന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ബിക്കോസ് ഇനിയും നല്ല സിനിമ വരട്ടെ, ഇനിയും ഇൻസ്പിറേഷൻസ് ഉണ്ടാവും. എസ്പെഷ്യലി ചേട്ടൻ്റെ ഈ സിനിമ മാത്രമല്ല എനിക്ക് കത്തനാർ കൂടി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സംതിങ് വെരി ഡിഫറെന്റ്. എന്തായാലും ഒരുപാട് സന്തോഷം വരാൻ സാധിച്ചതിൽ ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മുടെ രാജ്യം അത്രയും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല. ബട്ട് ഐ റിയലി ഹോപ്പ് ദാറ്റ് വി പ്രേ ഫോർ ദി കൺട്രി ആസ് വെൽ. ബട്ട് ഇതൊരു നല്ലൊരു ദിവസം, നല്ലൊരു തുടക്കം. ആൻഡ് ഐ എം ഹാപ്പി ദാറ്റ് എനിക്ക് ഇവിടെ വരാൻ സാധിക്കും. ഓൾ ദി വെരി ബെസ്റ്റ്. ജീവിതത്തിൽ ഒറ്റപ്പെട്ട് പോയ ഒരാളാണ് ഷാജി പാപ്പൻ. കൂട്ടുകാരുടെ കാര്യത്തിലല്ലാത്ത, കൂട്ടുകാരെ എപ്പോഴും എന്ത് പ്രശ്നമാണെങ്കിലും കൂടെ ഉണ്ടാവും. പക്ഷെ എന്തിനാ മേരി ഷാജി പാപ്പന്റെ അടുത്ത് അങ്ങനെ ചെയ്തത്? ലെറ്റ്സ് വെൽക്കം ഓൺ ടു ദി സ്റ്റേജ് ശൃന്ദ. ഈ തേർഡ് പാർട്ടിലെങ്കിലും ഷാജി പാപ്പൻ തിരിച്ച് സ്വീകരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എല്ലാവർക്കും നമസ്കാരം. ആട് ആക്ച്വലി എൻ്റെ ആദ്യത്തെ സിനിമകളിൽ ഒന്നാണ്. ഞാൻ 1983 കഴിഞ്ഞിട്ട് ചെയ്യുന്ന സിനിമയാണ്. അവിടെ നിന്ന് ഇത്രയും വർഷമായി ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തു. ആടും ഒരുപാട് വലുതായി ഇപ്പോൾ തേർഡ് പാർട്ടിൽ വന്ന് നിൽക്കുന്നു. 1ഉം 2ഉം കഴിഞ്ഞപ്പോൾ ഞാൻ വെച്ച് 2ഓടെ തീർന്നെന്നാണ് വിചാരിച്ചത് മിഥുൻ. പക്ഷെ 3 എന്നെ സംബന്ധിച്ച്, എൻ്റെ കരിയറിനെ സംബന്ധിച്ച് എന്താ പറയാ, ഭയങ്കര എക്സൈറ്റിങ്ങും ഞാൻ ഇതുവരെ എന്നെ പോലും കാണാത്ത രീതിയിലുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ഞാൻ വരുന്നത്. മേരി ഇപ്രാവശ്യം ചതിച്ചില്ലായിരിക്കും അല്ലേ? അപ്പം ഐ എം ഓൾസോ വെരി എക്സൈറ്റഡ്. അപ്പം താങ്ക് യു വിജയാണ് എന്നെ ആദ്യം വിളിച്ചു പറയുന്നത്. ഇത് വിജയ് വിളിച്ചു പറഞ്ഞ എക്സൈറ്റ്മെന്റ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അവിടെ മുതൽ ഞാൻ ഇതിന് എപ്പോഴും എന്നെ വിളിക്കുന്നതെന്ന് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. വെരി എക്സൈറ്റഡ്. കാരണം നിങ്ങൾ ഈ ആട് ഡെഫിനറ്റ്ലി സംതിങ് എൽസ് കാണാൻ കാത്തിരുന്നോളൂ. എല്ലാവർക്കും നമസ്കാരം. സിനിമയുടെ കാര്യം പറഞ്ഞു ഞാൻ പറയുന്നു. ഒന്നുമില്ല, ശരിക്കും ആട് സിനിമയില് എന്നെ സിനിമയിലേക്ക് അങ്ങനെ വിളിക്കാനൊക്കെ ഒരുപാട് അറിവില്ലായിരുന്ന സമയത്തൊക്കെയാണ് ആട് സിനിമ നടക്കുന്നത്. അപ്പോൾ ആട് സിനിമയിൽ ഞാൻ ഉണ്ടാവേണ്ടതായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ആ സമയത്താണ് പ്രേമം നടക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവസരം ജോയിസ് നടന്ന ഞാൻ ഡെക്ലാഷിൽപ്പെട്ടു പോയതാണ് പ്രേമമാണ്. അങ്ങനെ ഒരു സത്യമുണ്ട് ഇതിന്റെ പുറകില്. അതെ, ഞാൻ സ്വിച്ച് ഓൺ അല്ല, ഞാൻ തള്ളി കയറുന്നുണ്ട്. എവിടെയെങ്കിലും ഞാൻ പറ്റും. ഓക്കെ, താങ്ക് യു.